മറ്റൊരു വാർത്തയിലേക്ക് മൂന്നാം ബലാത്സംഗ കേസിലെ ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഹോട്ടൽ ബുക്ക് ചെയ്തത് പരാതിക്കാരി തന്നെയെന്ന് രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ വാദം. ഉഭയസമ്മതപ്രകാരമാണ് ബന്ധം. പരാതി നൽകാൻ വൈകിയെന്നും രാഹുൽ പറയുന്നു. ജാമ്യാപേക്ഷ നാളെ തിരുവല്ല കോടതി പരിഗണിച്ചേക്കും. ഷബ്ന കെ എം ഉണ്ട് വിശദാംശങ്ങളുമായി. ഷബ്ന, ഇവിടെയും പുതിയ വാദങ്ങൾ ഉന്നയിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരുപക്ഷെ ഒരു കുറുക്കന്റെ ബുദ്ധി ഉപയോഗിച്ചുള്ള നീക്കങ്ങൾ നടത്തി വെച്ചിട്ടുണ്ട് താൻ എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് താൻ പുറത്തു വരുമെന്നും തൻ്റെ തെളിവുകളുണ്ട് എന്നും അന്വേഷണ സംഘത്തോട് പറഞ്ഞ രാഹുൽ ഇപ്പോൾ ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ജാമ്യാപേക്ഷയിൽ പറയുന്നത് ഷബ്ന? മുൻപ് രണ്ട് പരാതിയിലും രാഹുൽ ഉന്നയിച്ച സമാനമായ വാദങ്ങൾ തന്നെ ഇപ്പോഴുള്ള ഈ പരാതിയിലും ഉന്നയിക്കുന്നുണ്ട്. കാരണം ഉഭയസമ്മത പ്രകാരമാണ് ഇത്തരത്തിലൊരു ബന്ധം ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരി, അതായത് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ള ഈ പരാതിക്കാരി വിവാഹിതയായ സ്ത്രീയാണ്. ഈ ഹോട്ടൽ മുറി ബുക്ക് ചെയ്യുന്നത്, ഈ പീഡനത്തിന് ഇരയാക്കി എന്ന് പറയുന്ന ഹോട്ടൽ മുറി തിരുവല്ലയിലെ ഹോട്ടലിലാണ് മുറി ബുക്ക് ചെയ്തത്. ഈ മുറി ബുക്ക് ചെയ്തത് ഈ പരാതിക്കാരി തന്നെയാണ്. അതോടൊപ്പം ഈ സംഭവം നടന്നിട്ട് കുറച്ച് നാളുകളായി. പിന്നീട് ഈ പരാതി നൽകാൻ വളരെ വൈകി. ഇതൊരു ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഫലമാണ് തനിക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. ഈ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധത്തെ ബലാത്സംഗം എന്ന രീതിയിൽ കെട്ടിച്ചമയ്ക്കുകയായിരുന്നു. ബലാത്സംഗ കുറ്റം ഇതിൽ നിലനിൽക്കുന്നതല്ല. ഇവർ തമ്മിൽ പരസ്പരം അറിയാമായിരുന്ന അല്ലെങ്കിൽ അടുപ്പമുണ്ടായിരുന്നവർ ഉഭയസമ്മത പ്രകാരം നടത്തിയ ബന്ധം മാത്രമാണ്. ബലാത്സംഗ കുറ്റം ചുമത്തി തന്നെ അറസ്റ്റ് ചെയ്ത നടപടി തെറ്റാണ്. അതുകൊണ്ട് ജാമ്യം നൽകണം എന്നൊരാവശ്യമാണ് ഉന്നയിക്കുന്നത്. ഒരു പക്ഷേ നാളെ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ വന്നേക്കും. പക്ഷെ നാളെ ജാമ്യാപേക്ഷ വന്നാൽ പോലും കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് രാഹുലിനുമായി അന്വേഷണ സംഘത്തിന് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് അന്വേഷണ സംഘം നാളെ കസ്റ്റഡി അപേക്ഷയും നൽകും. കസ്റ്റഡി അപേക്ഷ നൽകിയാൽ കസ്റ്റഡി അപേക്ഷയ്ക്ക് ശേഷം മാത്രമായിരിക്കും ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക. ഏതായാലും ഈ അടുത്ത ദിവസമൊന്നും രാഹുൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റും എന്ന് തോന്നുന്നില്ല. ഷബ്ന, ഒരു കാര്യം കൂടി, അതായത് നേരത്തെ ഈ അതിജീവിതം നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയത് മുറി ബുക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ തൻ്റെ സ്വകാര്യതയിൽ പ്രശ്നമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് തന്നോട് തന്നെ മുറി ബുക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്ന തരത്തിൽ മൊഴി നൽകിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ കരുതിക്കുട്ടി ഇതൊക്കെ എപ്പോഴെങ്കിലും തിരിച്ചടിയായി വന്നാൽ രക്ഷപ്പെടാനുള്ള പഴുതുകൾ സൃഷ്ടിച്ചുകൊണ്ട് ആസൂത്രിതമായ ഒരു കുറ്റകൃത്യത്തിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നത് എന്ന് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരില്ലേ? അത്തരത്തിൽ ഇനിയിപ്പോൾ ഈ പെൺകുട്ടിയെ ഈ രീതിയിൽ വലിയ ബുദ്ധി പ്രയോഗിച്ച്, കാരണം ഈ പെൺകുട്ടിയെ കൊണ്ട് തന്നെ റൂം ബുക്ക് ചെയ്യിപ്പിക്കുകയും അത്തരത്തിലൊരു നീക്കമാണ് നടത്തിയിരുന്നത് എന്ന രീതിയിലുള്ള ഈ പെൺകുട്ടി പറയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഘട്ടത്തിൽ അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. ഏതായാലും പെൺകുട്ടി അത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നു. രാഹുൽ പറയുന്നത് ഈ പെൺകുട്ടി തന്നെ ഈ റൂം ബുക്ക് ചെയ്തു, അതിനുശേഷം ഇവർ പരസ്പര സമ്മതത്തോടെ നടത്തിയ ലൈംഗിക ബന്ധം, അതുകൊണ്ട് തന്നെ ഇതിൽ ബലാത്സംഗം എന്ന കുറ്റം നിലനിൽക്കില്ല എന്ന് തന്നെയാണ്. ഏതായാലും നാളെ കസ്റ്റഡി അപേക്ഷയായിരിക്കും കോടതിയുടെ പരിഗണനയിൽ ആദ്യം എത്തുക. അതിനുശേഷം മാത്രമായിരിക്കും ഈ രാഹുലിന്റെ വാദങ്ങൾ കോടതിക്ക് മുമ്പാകെ എത്തുകയും ഈ ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടുതൽ ചർച്ചയാകുകയും ഒക്കെ ചെയ്യുക. ശരി, വിവരങ്ങൾ നൽകിയത് കെ എം ഷബ്നയാണ്. നാളെയാണ് കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് വിലയിരുത്താനാകുന്നത്. മറ്റു ചില